ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കാശി സീരീസിലെ 3rd ഡേ ആണ് കേട്ടോ. നമ്മൾ കാലത്തെ എണീച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മൾ പോണ വഴി നമ്മുടെ ധാബയിൽ നിന്ന് കയറിയിട്ടാണ് കേട്ടോ ഫുഡ് അടിക്കണം. പോണ വഴിയിലധികം വലിയ റെസ്റ്റോറൻറ്റുകളൊന്നുമില്ല, ഇങ്ങനെ ചെറിയ ചെറിയ ധാബകളൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു ധാബയിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ പോവുക. അപ്പം നല്ല തണുപ്പാണ് കേട്ടോ ഗൈസ്, സെറ്ററില്ലാണ്ട് ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ധാബയിലൊക്കെ കയറി ഫുഡ് കഴിച്ചു. അതാ നമ്മൾ വണ്ടിയിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. ട്രാവലറിലാണ് പോണത്. നമ്മൾ എങ്ങോട്ടാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ രാമക്ഷേത്രം കാണാൻ പോവാണ് കേട്ടോ. ഇവിടം വരെ വന്നിട്ട് അവിടെ പോയില്ലെങ്കിൽ വളരെ വലിയ മിസ്സിങ് ആവുമെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ്. അപ്പോൾ റോട്ടിലൊന്നും അധികം വണ്ടികളും കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഇടയ്ക്ക് ഓരോ വണ്ടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അത്രയ്ക്കും നല്ല തണുപ്പാണ്. നമ്മൾ വിൻഡോ ഒന്നും തുറക്കണില്ല, തണവായ കാരണം. അങ്ങനെ അമ്മയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. പിന്നെ വണ്ടി പോവില്ല എന്ന് പറഞ്ഞു അതിൻ്റെ ഉള്ളിലേക്ക്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഓട്ടോറിക്ഷ വിളിച്ചു. അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷയിൽ പോവാണ് കേട്ടോ. ചിണ്ടു ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവളുടെ മുഖം കണ്ടറിയുക, അവളിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുറേ കാണാനുണ്ട്. മീറ്റർ കണക്കിന് സാധനങ്ങളാണ് നമ്മൾ കാണാൻ കിടക്കണത് കേട്ടോ. ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഓട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡിലൊക്കെ ഓരോ സാധനങ്ങളൊക്കെ പണിത് വെച്ചിട്ടുണ്ട് കാണാനൊക്കെ. പിന്നെ അവിടെ എത്താറാവുമ്പോൾ നല്ല തിരക്ക് തുടങ്ങി. അത്രയ്ക്കും ആൾക്കാർ വരുന്ന സ്ഥലമാണ് കേട്ടോ രാമക്ഷേത്രം. അത്രയ്ക്കും തിരക്കാണ്. ഇത് എവിടെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയോധ്യയിലാണ് കേട്ടോ. പോണ വഴിക്കൊരു വീണയൊക്കെ ഉണ്ടായിരുന്നു. നല്ല UP-കാരുടെ തിരക്കും അവിടുത്തെ ജനങ്ങളുടെ തിരക്കും ഒക്കെ ഒരു എന്താ പറയുക, ലോക്കൽ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അവിടെ ഒന്നും വളർന്നിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ രാമക്ഷേത്രത്തിൽ പോണേക്ക് മുമ്പ് ഈ നദിയിൽ വന്നിട്ട് നമ്മൾ കൈയും കാലും നനച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഇവിടെ കുറേ അമ്പലങ്ങൾ, ചെറിയ ചെറിയ അമ്പലങ്ങൾ തൊഴാനുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് അതിലൊരു അമ്പലത്തിൽ കയറിയപ്പോൾ അവർ കൈകൊട്ടി കളിക്കണമൊക്കെ കണ്ടു. അങ്ങനെ അവിടെ ഉള്ളിലൊക്കെ കയറി നമ്മൾ തൊഴുതു. ഒരു പഴയ ഒരു സെറ്റപ്പാണ് കേട്ടോ അമ്പലങ്ങൾക്കൊക്കെ ഫുള്ള്. അപ്പോൾ ആ ഗൈഡ് നമുക്ക് ഓരോന്ന് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഇത് ഇന്ന വർഷത്തിലുണ്ടായേ, ഇവിടെ ഇങ്ങനെയാണ് അങ്ങനെയാണ്. ഇതാണ് നമ്മുടെ ഇപ്പോൾ നമ്മൾ പോണ സ്ഥലമാണ് ഭോജനം. നമ്മുടെ എന്താ പറയുക, പഴയ സ്ഥലത്തെ ഫുഡ് കഴിക്കണ ഒരു സെറ്റപ്പിൻ്റെ സ്ഥലമാണ്. അതാണ് ഇങ്ങനെ കിടക്കണത്, ഭോജനശാല. അങ്ങനെ അതൊക്കെ കയറി തൊഴുതു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഹനുമാൻ്റെ അവിടെ തൊഴാൻ പോയി. ഇവിടെ കുറേ തട്ടിപ്പും വെട്ടിപ്പും ഉള്ള ആൾക്കാരുണ്ട് കേട്ടോ. കുറേ സ്വാമികളൊക്കെ ഉണ്ട്. ഡൊണേഷൻ സ്വീകരിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഇഷ്ടംപോലെ പേരുണ്ട് കേട്ടോ. അറക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ പേരുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറാണ്ടിരിക്കുകയാണ് ഏറ്റവും സേഫ്റ്റി. പുറത്ത് നിന്ന് തൊഴുതാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാണ് ഹനുമാൻ്റെ അമ്പലം. അങ്ങോട്ട് കയറാൻ പോവാന്ന് വെച്ചു. പക്ഷെ അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ആ ക്യൂ 5 മണിക്കൂർ നിന്നാലും ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ എന്ന് അവിടുത്തെ ആൾക്കാർ പറയണം. അപ്പോൾ നമ്മൾ വിചാരിച്ചു അത്രയും ലേറ്റ് ആവണ്ട. അപ്പോൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ രാമക്ഷേത്രം തൊഴാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ഇവിടെ തൊഴുതില്ല. നേരെ രാമക്ഷേത്രത്തിലല്ലേ ഇമ്പോർട്ടൻസ്, അവിടെ പോയി തൊഴാന്ന് വെച്ചു. ഇവിടെയാണെങ്കിൽ ഭയങ്കര കള്ളനായിട്ടും എന്താ പറയുക, നമ്മുടെ സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോവും, പോക്കറ്റടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ നോക്കാൻ പറയുന്നുണ്ടായിരുന്നു ആൾക്കാർ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു വണ്ടി ഉണ്ട് കേട്ടോ. കുറച്ച് പേർക്ക് ഇരുന്ന് പോകാൻ പറ്റിയ ഓട്ടോറിക്ഷ പോലത്തെ, വലിയ ഓട്ടോ പോലത്തെ. അതിൽ കയറിയിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് രാമക്ഷേത്രത്തേക്ക് പോകാൻ കേട്ടോ. ഇതാണ് കേട്ടോ രാമക്ഷേത്രത്തിൻ്റെ എൻട്രൻസ്. ഇതിൻ്റെ ഉള്ളിൽ ലോക്കറിൽ വെക്കണം ഫോണ്, ഇലക്ട്രോണിക് ഡിവൈസ്, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ നമ്മൾ ലോക്കറിൽ കയറി. അങ്ങനെ നമ്മൾ അടുത്ത ലോക്കറിൽ വെക്കാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ നടന്ന് ഉള്ളിലൊക്കെ ഇങ്ങനെ കാണാൻ കേട്ടോ. കുറേ ആൾക്കാരുണ്ട്, എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാരും ഉണ്ട്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇത്ര തിരക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ വീണ്ടും ഒരു ചന്ദനമൊക്കെ പൂശിയായിരുന്നു കേട്ടോ. നമ്മൾ എവിടെ പോകണു, നമ്മൾ അവിടുത്തെ ആ ഒരു ഇതാവണമല്ലോ, അതല്ലേ രസം. അങ്ങനെ നമ്മൾ തൊഴുതു വന്നപ്പോൾ ഇരുട്ടായിട്ടോ. അത്രയും ക്യൂ ആയിരുന്നു. 300 പോലെ അത്രയും ആൾക്കാരും ജനങ്ങളും. പക്ഷെ പെട്ടെന്ന് ക്യൂ നീങ്ങണ കാരണം പെട്ടെന്ന് തൊഴുതു വന്നു. ഇരുട്ടായി. പുറത്ത് വന്നപ്പോഴേക്കും ചിണ്ടുമൊക്കെ ആകെ ടയേർഡായിട്ടോ. അങ്ങനെ പുറത്തിറങ്ങി. ഇപ്പോൾ കുറേ കുരങ്ങന്മാർ, ഇവിടെ നിറച്ച് കുരങ്ങന്മാരാണ് എല്ലായിടത്തും. അമ്പലത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ എല്ലായിടത്തും കുരങ്ങന്മാരാണ് കേട്ടോ. പക്ഷെ അമ്പലത്തിൻ്റെ ഉള്ളിൽ എന്തായാലും നമ്മൾ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ, ഓരോന്നൊക്കെ കണ്ട്.
ഫുഡ് കഴിക്കാൻ പോകണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫുഡ് കഴിക്കാൻ പോയിട്ട് വേണം നമ്മൾക്ക് റൂമിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് നേരെ റൂമിൽ പോയി. ബൈ ഗായ്സ്.